കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നടന്നത് വൻ കഞ്ചാവ് കച്ചവടമെന്ന് തെളിയിക്കുന്ന പ്രതികളുടെ മൊഴി പുറത്ത്. ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ കളമശ്ശേരി എന്ന് പറയുന്ന ഒരു പോളിടെക്നിക് സ്ഥാപനമാണ്, സാങ്കേതിക സ്ഥാപനം. ഇന്നത്തെ ദിവസമൊക്കെ വളരെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി ഈ വിദ്യാർത്ഥികൾ കാണേണ്ട സ്ഥലത്താണ് കഞ്ചാവ് അടിച്ചവർ ഇങ്ങനെ പറന്നു നടക്കുന്നത്. ഈ കഞ്ചാവ് അടിക്കാതെ പറന്നു നടക്കുന്ന രണ്ട് മനുഷ്യരാണ് ഈ പറയുന്ന സുനിത വില്യംസും ബുച്ചു വിൽമോറും എന്നുള്ളതൊക്കെ. ഈ കുട്ടികളെ ആരാണ് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പോളിടെക്നിക് പോലെയുള്ള സാങ്കേതിക സ്ഥാപനങ്ങളല്ലേ ഇങ്ങനെയുള്ള മനുഷ്യരിൽ ശാസ്ത്ര അഭിരുചിയൊക്കെ പകർത്തേണ്ടത്. അതിനു പകരം ഈ ഒരു ബണ്ടിൽ കഞ്ചാവ് എത്തിച്ചാൽ 6000 രൂപ ലാഭം ലഭിക്കും എന്നാണ് പോലീസ് കസ്റ്റഡിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി ഷാലിഖിന്റെ മൊഴി. 18000 രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് 24000 രൂപയ്ക്കാണ് വിദ്യാർത്ഥികൾക്ക് വിറ്റിരുന്നത്. ഈ വാർത്ത കേട്ടിട്ട് ഇനി ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് ആരും ഇറങ്ങരുത്. കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തുന്ന വിവരം ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നുവെന്ന് മൊഴിയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഒരു കോട്ടയം സ്വദേശിയെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അലി അക്ബർ ഷാ നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, ഒരു ചെറിയ ഗുഡ് മോർണിംഗ് അലി. എനിക്കൊരു ചെറിയ ടെൻഷനുള്ളത്, ഈ കണക്കൊക്കെ പറയുന്ന സമയത്ത് ഒരു വലിയ ലാഭമാണല്ലോ എന്ന് കരുതി കൂടുതൽ ആളുകൾ ഈ കച്ചവടത്തിന് ഇറങ്ങും എന്നുള്ളതാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട്, കഞ്ചാവ് അടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, കറങ്ങി അവിടെ കിടക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അപകടം പിടിച്ച പരിപാടിയാണ്. എങ്കിലും ആളുകളോട് ഇത് ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പോടുകൂടി നമുക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാം. ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ അലി അക്ബർ ഷാ, എന്തൊക്കെയാണ് പുതിയ മൊഴികളിലുള്ളത്? വെരി ഗുഡ് മോർണിംഗ് അരുൺ കുമാർ. ഈ പിടിയിലായിരിക്കുന്ന പ്രതികളിൽ നിന്നും കൂടുതൽ മൊഴികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ശൃംഖലയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ പിടിയിലായ ഈ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഷാലിഖിൻ്റെ മൊഴി അനുസരിച്ച്, അതായത് 6000 രൂപയാണ് ഒരു ബണ്ടിൽ കഞ്ചാവ് വിറ്റാൽ ഷാലിഖിന് ലാഭമായി കിട്ടിയിരുന്നതെന്നാണ് ഷാലിഖ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ തന്നെ പ്രധാനമായും പറയുന്നത് 18000 രൂപയ്ക്കാണ് താൻ പുറത്തുനിന്നും ഈ കഞ്ചാവ് വാങ്ങുന്നത്. 18000 രൂപയ്ക്ക് മേടിക്കുന്ന ഈ കഞ്ചാവ് ഈ ഹോസ്റ്റലിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നത് 24000 രൂപയ്ക്കാണ്. അതായത് 6000 രൂപ അവിടെ തന്നെ ലാഭം വരുന്നു. 4 പൊതി കഞ്ചാവ് ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചിരുന്നു എന്നാണ് നേരത്തെ ഇവർ പോലീസിന് മൊഴി നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ 24000 രൂപയാണ് ഈ ഒറ്റ ഇടപാടിൽ നിന്നും ഷാലിഖിന് ലാഭം ഉണ്ടായിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അരുൺകുമാർ പറഞ്ഞതുപോലെ വലിയ ലാഭമാണല്ലോ എന്ന് കരുതി ആരും ഇതിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് ഈ ഹോസ്റ്റലിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പിടിയിലായ ആകാശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ആ കോൾ ഈ ഡാൻസ് ഓഫും പോലീസും കേട്ട് നിൽക്കെ തന്നെ ആ ഫോണിൽ നിന്നുണ്ടായ ചോദ്യം സാധനം സേഫ് അല്ലേ എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ സാധനം ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യം. ആ കാര്യത്തിലും ഷാലിഖ് ഒരു വ്യക്തത നൽകിയിരിക്കുന്നു. ഹോസ്റ്റലിൽ ആരും തമ്മിൽ ഈ കാര്യത്തിൽ മാത്രം ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ വിദ്യാർത്ഥികളുടെയും അറിവോടുകൂടി തന്നെയാണ് ഹോസ്റ്റലിലേക്ക് നിർബാധം ഈ കഞ്ചാവ് ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫോൺ കോളിൽ വന്ന വിദ്യാർത്ഥി, കോട്ടയം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിയെ ഇന്നലെ എന്തായാലും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാളെ പ്രതി ചേർക്കാനുള്ള സാഹചര്യം നിലവിലില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വിഷയം അറിയുമായിരുന്നു എന്നതുപോലെ തന്നെ ആ വിദ്യാർത്ഥിക്കും അറിയുമായിരുന്നു എന്നേ ഉള്ളൂ. ആകാശനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പോലീസ് വരുന്നുണ്ട്, സാധനം സേഫ് അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുകയാണ് വിദ്യാർത്ഥി ചെയ്തതെന്നാണ് പോലീസിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും വലിയൊരു കച്ചവടം, ലഹരി കച്ചവട ശൃംഖലയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഇതര സംസ്ഥാനക്കാരനായ വ്യക്തി, അയാളിലേക്കാണ് പോലീസ് എത്താനുള്ളത്. അയാളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആയി തുടരുകയാണ്. ഫോൺ ട്രേസ് ചെയ്യാനോ ഒന്നും പോലീസിന് സാധിച്ചിട്ടില്ല. ഭാഗങ്ങളിലാണ് ഇയാൾ താമസിക്കുന്നത് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവയിൽ വിപുലമായ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഷാലിഖിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കേരളത്തിലെ ഒരു കലാലയം കേന്ദ്രീകരിച്ച് നടത്തിയ കഞ്ചാവ് വിൽപ്പനയുടെ ഞെട്ടിക്കുന്ന ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ മൊഴിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ, ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതേസമയം തന്നെ കൊച്ചിയിലെ ലഹരി വേട്ട തുടരുകയാണ് പോലീസ്. കഞ്ചാവും MDMA-യുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടിച്ചു. ആസാം സ്വദേശിയായ യാസിർ അറാഫാത്തിൽ നിന്ന് 14 ഗ്രാം MDMA-യും ബംഗാൾ സ്വദേശി റോഹൻ ഷെയ്ഖിൽ നിന്ന് 5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുകയാണ്. ചില ആളുകളൊക്കെ അത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ചില ആളുകൾ ഇപ്പോഴും വന്ന് പോലീസിൻ്റെ കെണിയിൽ പെടുന്നുണ്ട്. പോലീസ് രാത്രികാലങ്ങളിലൊക്കെ കോമ്പിംഗ് വളരെ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ചിലർ പിടിയിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് പോലീസിൻ്റെ കോമ്പിംഗ് ഉണ്ടെങ്കിൽ പോലും നിർബാധം ഈ കച്ചവടം നടക്കുന്നു എന്നതിന് തെളിവാണല്ലോ അല്ലേ? തീർച്ചയായും അരുൺ, ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ സംഭവത്തിന് ശേഷം വിപുലമായ പരിശോധനകളാണ് രാത്രികാലങ്ങളിൽ ഡാൻസ് ഓഫും പോലീസും എക്സൈസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പിടിയിലായ ലഹരി വസ്തുക്കളുടെ അളവെടുത്താൽ അത് ഞെട്ടിക്കുന്നതാണ്. അതായത് ആളുകൾ വാഹനത്തിൽ വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ പോകുന്ന പോക്കിൽ വാഹനത്തിൽ ഒരു പേടിയും കൂടാതെ കഞ്ചാവും MDMA-യും എല്ലാം കരുതിയാണ് യാത്ര ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ പരിശോധനയിൽ. വൈറ്റില ഹബിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം വാഹന പരിശോധനയിൽ 4 പേർ കഞ്ചാവുമായി പിടിയിലാകുന്നതും നിരവധി പേർ മദ്യം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നതും
പിടിയിലാകുന്നതും 2 പേർ MDMA-യുമായി പിടിയിലാകുന്നതും. ഇപ്പോൾ എന്തായാലും വീണ്ടും ആ കഞ്ചാവ് വേട്ടയും MDMA വേട്ടയും ഒക്കെ തുടരുകയാണ്. 21 വയസ്സുള്ള യുവാവാണ് 5 കിലോ കഞ്ചാവുമായി ഇപ്പോൾ ഡാൻസ് ഓഫിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ ബംഗാൾ സ്വദേശിയായിട്ടുള്ള രോഹൻ ഷെയ്ഖ്, ഇയാൾ 5 കിലോ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നു. വിൽപ്പന ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന കഞ്ചാവ് തന്നെയാണ്. ഇയാൾ പെയിന്റിംഗ് പണിക്കായിട്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. കൊച്ചിയിലെത്തിയ ശേഷം ഇയാൾ ഈ ലഹരി സംഘത്തിന്റെ കണ്ണിയായി മാറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഡാൻസ് ഓഫ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് മറ്റു പല ജോലികൾക്കുമായി കൊച്ചിയിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാനക്കാർ ഇവിടെ എത്തി ലഹരി വിൽപ്പനയാണ് ലാഭകരമായ ബിസിനസ് എന്ന് കണ്ടെത്തി അതിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. അത് കൊച്ചി പാലാരിവട്ടത്താണ്. 14 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ആസാം സ്വദേശിയായിട്ടുള്ള യാസർ അറാഫാത്താണ് ഈ 14 ഗ്രാം MDMA-യുമായി പിടിയിലായത്. ഇയാളിത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്നു. 1 ഗ്രാമിന് 4000 രൂപ നിരക്കിലാണ് ഈ യാസർ അറാഫാത്ത് വിദ്യാർത്ഥികൾക്ക് MDMA വിതരണം ചെയ്യുന്നത്. 14 ഗ്രാമാണ് ഇയാളുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. അപ്പോൾ തന്നെ ഒരു വലിയ തുകയുടെ MDMA കച്ചവടത്തിന് വേണ്ടി എത്തിയ സമയത്താണ് ഇയാൾ ഡാൻസ് ഓഫിന്റെ പിടിയിലാകുന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും പോലീസിന്റെ തെരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. പോലീസും എക്സൈസും വ്യാപക തെരച്ചിലാണ്, സംയുക്ത തെരച്ചിലാണ് പലയിടങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടറിന്റെ